all new Kia Sonet. Let's have a quick walk around. Hi guys, welcome back to Sabby's Thrills. Hope you all are doing well. Kia'യുടെ സോണറ്റ് സെഗ്മെന്റിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മിഡ് വേരിയന്റ് ആണ് Kia Sonet HDK ഓപ്ഷണൽ. പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ആവുന്നത് 7.99 lakhs ആണ് എക്സ് ഷോറൂം. ടോപ്പിലോട്ട് പോകുമ്പോൾ 14.83 lakhs ആണ് എക്സ് ഷോറൂം വരുന്നത്. നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് കസ്റ്റമർ ഫീഡ്ബാക്ക്. കസ്റ്റമേഴ്സിനിടയിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ കിയ എന്ന ബ്രാൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. ബ്രോഡ് വേരിയൻസ് വരുന്നത് HDE, HDK, HDX പിന്നെ എക്സ് ലൈനും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഫീച്ചേഴ്സും ഡിസൈനും ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് ഫേഷ്യയിലോട്ട് വരുമ്പോൾ കിയയുടെ സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രില്ലാണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇത് മാറ്റ് ഫിനിഷിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. മുന്നത്തേക്കാളും കുറച്ച് വിട്ടോടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കിയ ലോഗോ. ഹെഡ്ലാമ്പിലോട്ട് വരുമ്പോൾ ഹെഡ്ലാമ്പും ഇൻഡിക്കേറ്ററും ഹാലോജൻ ആണ്. സോണറ്റിന്റെ റോഡ് പ്രസൻസിൽ നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിലാണ് DRLS ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോർ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. റേഡിയേറ്റർ ഗ്രിൽ സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റും കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് 205 mm ആണ്. എഞ്ചിനിലോട്ട് വരുമ്പോൾ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിയ ഓഫർ ചെയ്തിട്ടുള്ളത്. 2 പെട്രോൾ എഞ്ചിനിലും പിന്നെ ഒരു ഡീസൽ എഞ്ചിനിലും സോണറ്റ് അവൈലബിൾ ആണ്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ 16 ഇഞ്ച് വീലാണ് ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ടുള്ളത്. വീൽ പ്രൊഫൈലിൽ വരുന്നത് 250/60R16 ആണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്സും ആണ്. നല്ല ഭംഗിയുള്ള വീൽ കവറും കൊടുത്തിട്ടുണ്ട്. കിയ ലോഗോവും നമുക്കിവിടെ കാണാൻ പറ്റും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM ആണ്. ടേൺ ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ വരുന്നത് ഈ ഒരു മോഡലിലാണ്. കിയ ലോഗോ, സോണറ്റ് ബാഡ്ജിങ്, പിന്നെ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ റിവേഴ്സ് ക്യാമറയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. റിയർ പ്രൊഫൈലിലെ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് LED കണക്റ്റഡ് ടെയിൽ ലാമ്പ് ആണ്. നല്ല റോഡ് പ്രസൻസ് ഈ ഒരു ടെയിൽ ലാമ്പ് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഡ്യുവൽ കളറിലാണ് റിയർ ബമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് സിൽവർ കളറാണ്. റിഫ്ലക്ടർ യൂണിറ്റിന്റെ ഒരു ഭാഗവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാഗ്നറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 385 ലിറ്റർ സൈസിലുള്ള ലാർജ് ബൂട്ട് സ്പേസ് ആണ് കിയ ഓഫർ ചെയ്തിട്ടുള്ളത്. ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണിത്. സ്പെയർ ടയർ കൊടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്. ഇവിടെ ഒരു ലഗേജ് ഹുക്കും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻസിലോട്ട് വരുമ്പോൾ ഓവറോൾ ലെങ്ത് 3.9 മീറ്റർ ആണ്. വിഡ്ത്ത് 1.7, ഹൈറ്റ് 1.6 മീറ്റർ ആണ്. ആൻഡ് വീൽ ബേസ് 2500 mm ആണ്. ഇനി ഒന്ന് റിയർ ക്യാബിനിലോട്ട് പോവാം. വിൻഡോ പാനലിലോട്ട് വരുമ്പോൾ ഈ സെഗ്മെന്റിലെ തന്നെ സൺഷീൽഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണിത്. പിന്നെ ബേസ് വേരിയന്റ് മുതൽ സ്റ്റാർട്ട് ആക്കിയിട്ടുമുണ്ട്. 2 ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റും ഐസോഫിക്സ് ഫീച്ചറും അവൈലബിൾ ആണ്. സീറ്റ് അപ്പോസ്റ്റ് വരുന്നത് ഫാബ്രിക് ആണ്. റിയർ കൺസോളിലോട്ട് വരുമ്പോൾ റിയർ AC വെന്റ് ഇവിടെയുണ്ട്. 2C ടൈപ്പ് ചാർജിംഗ് പോർട്ടും ഫോൺ സ്റ്റോറേജും അവൈലബിൾ ആണ്. ഇനി ഒന്ന് ഫ്രണ്ട് ക്യാബിനിലോട്ട് പോവാം. റിയറിൽ കണ്ട സെയിം വിൻഡോ പാനലാണ് നമുക്ക് ഫ്രണ്ടിലും കാണാൻ പറ്റുന്നത്. ഓൾ പവർ വിൻഡോസ് ആണ്. ലോക്ക് അൺലോക്ക് ORVM കൺട്രോൾ ഇവിടെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ല വിട്ടോട് കൂടിയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ്, അംബ്രല ഹോൾഡറും ഇവിടെ കാണാൻ പറ്റും. സിൽവർ കളറിൽ ലോക്ക് അൺലോക്ക്, അതിന്റെ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. സീറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റബിളിലാണ്. ഇവിടെ കുറച്ച് ബട്ടൺസ് കാണാം. ട്രാക്ഷൻ കൺട്രോൾ, പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പിന്നെ ഹെഡ്ലാമ്പിന്റെ കൺട്രോളും ഇവിടെ വന്നിട്ടുണ്ട്. 2 സ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് കിയ ഓഫർ ചെയ്തിട്ടുള്ളത്. കിയ ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. ലെഫ്റ്റിൽ ഇൻഫോർടൈൻമെന്റ് കൺട്രോൾ, വോയിസ് കൺട്രോൾ, റൈറ്റിലാണ് MID കൺട്രോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടിൽറ്റ് ഓപ്ഷൻസോട് കൂടിയിട്ടാണ് സ്റ്റിയറിംഗ് വീൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. റൈറ്റിൽ ഹെഡ്ലാമ്പ് കൺട്രോളും ലെഫ്റ്റിലെ വൈപ്പർ കൺട്രോളും ആണ്. അഡ്വാൻസ്ഡ് കളർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്രൈവർ അസിസ്റ്റൻസ്, അക്യുമുലേറ്റഡ് ഇൻഫർമേഷൻ, റീഫ്യൂലിംഗ്, ഓട്ടോ സ്റ്റോപ്പ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിൽ അവൈലബിൾ ആണ്. 8 ഇഞ്ച് സൈസിലാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഡാഷ്ബോർഡിന് കുറച്ച് ഉയർന്ന ടൈപ്പിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. വയർലെസ് ആണ്. പിന്നെ 4 സ്പീക്കറും 2 ട്വീറ്ററുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിക്ക കാറുകളിലും ഫുൾ ടച്ച് പാനലാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ടച്ച് റെസ്പോൺസ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇതിൽ ടച്ച് വിത്ത് ഫിസിക്കൽ കൺട്രോൾസും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് AC വരുന്നത്. AC വെന്റും യൂണീക്ക് ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹസാർഡ് സ്വിച്ച് ഇവിടെ പൊസിഷൻ ചെയ്തിട്ട് കാണാം. ഫോൺ സ്റ്റോറേജിന്റെ സ്പേസ്, C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റ്, പിന്നെ USB പോർട്ട് കാണാം. 5 സ്പീഡ് ട്രാൻസ്മിഷൻ, അതിന്റെ സറൗണ്ടിങ്സിൽ ക്രോം എലമെന്റും അപ്ലൈ ചെയ്തിട്ട് കാണാം. 2 കപ്പ് ഹോൾഡർ, മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ലെതറേറ്റഡ് ആയിട്ടുള്ള ഫിക്സഡ് ആംറസ്റ്റ് ആണ്. അതിൽ നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഇവിടെ കാണാൻ പറ്റും. സീറ്റ് അപ്പോൾസ്റ്ററി ഒരു ഡ്യുവൽ കോംബോയിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ലെതർ ആൻഡ് ഫാബ്രിക് അപ്പോൾസ്റ്ററി ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബേസ് വേരിയന്റ് മുതൽ സൺറൂഫ് അവൈലബിൾ ആണ്. സിംഗിൾ പെയിൻ ഇലക്ട്രിക് സൺറൂഫ് ആണ് കിയ ഓഫർ ചെയ്തിട്ടുള്ളത്.
ഇതാണ് കിയ സോണറ്റ് കീ. ലോക്ക് അൺലോക്ക് ടെയിൽഗേറ്റ് ബട്ടൺ അവൈലബിൾ ആണ്. കിയ ലോഗോ ഇസ് ഹിയർ. വാറന്റി വരുന്നത് 3 ഇയർ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അപ് ടു 2 ഇയേഴ്സ് വരെ. ടോട്ടൽ 5 ഇയേഴ്സിന്റെ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 5 ഇയേഴ്സും ഒരു ടെൻഷനും ഇല്ലാണ്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കിയ സോണറ്റ് HTK ഓപ്ഷണലിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.